ആലുവയ്ക്കും കളമശ്ശേരിക്കും മിഡിലായിട്ട് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടുള്ളൊരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിനകത്താണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. 5 മീറ്ററാണ് ഇതിന് ഇന്ത്യൻ റോഡായിട്ട് കൊടുത്തിട്ടുള്ളത്. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കും മെട്രോ സ്റ്റേഷനിലേക്കും 4 കിലോമീറ്ററാണ് ഇവിടുന്ന് ദൂരം വരുന്നത്. മെഡിക്കൽ കോളേജ് കളമശ്ശേരി ഭാഗത്തേക്കും 4 കിലോമീറ്റർ തന്നെയാണ് ദൂരം വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഏരിയയിൽ നല്ലൊരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൽ 4 സെൻറ്റ് 100 ലിങ്സ് ലാൻഡ് ഏരിയയിൽ 1800 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. കണ്ടംപററി ഡിസൈനിലാണ് വീടിൻ്റെ എലവേഷൻ ഒരുക്കിയിട്ടുള്ളത്. മതിലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ക്ലാഡിങ് സ്റ്റോൺ വർക്കും വരുന്നുണ്ട്. ഡെഡ് എൻഡ് ആയതുകൊണ്ട് തന്നെ ഒന്നിലധികം വാഹനങ്ങൾ നമുക്ക് ഇവിടെയും പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. ഇന്ന് നമ്മൾ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഗേറ്റ് വന്നിരിക്കുന്നത് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഫോൾഡ് ചെയ്യുന്ന രീതിയിലാണ്. വലിയൊരു വാഹനം നമുക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. അത് SUV ആയിക്കോട്ടെ സെഡാൻ ആയിക്കോട്ടെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് കൊടുത്തുള്ളത്. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് നല്ലൊരു വെല്ല് വരുന്നുണ്ട്. നോർത്ത് സൈഡിലും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പേവിങ്ങിനായിട്ട് കടപ്പാക്കല്ലാണ് ഭാഗമായിട്ടുള്ളത്. ആ ഭാഗത്തൊരു ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. പവർ പോയിന്റും കൊടുത്തിട്ടുണ്ട്. പോർച്ചിനകത്ത് പവർ പോയിന്റും കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഒരു വാഹനം കവർ ചെയ്യുന്ന രീതിയിലാണ് പോർച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ വാഹനം സ്വിഫ്റ്റ് പോലുള്ള ചെറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയും ഉണ്ട്. ഇത് സൗത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരും. ഇവിടെയും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പേവിങ്ങിനായിട്ട് കടപ്പാക്കല്ല് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസും ഒക്കെ ഇടയിൽ പാകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വീടിനകത്തേക്ക് വരികയാണ്. സീറ്റ് ഔട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 2 ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരെ അകത്തേക്ക് കയറുകയാണ് നമ്മൾ. പ്രധാന ഡോറിൻ്റെ ഡിസൈനാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതും ടീക്കൂഡിൽ തന്നെയാണ്. ഹാൻഡിലെല്ലാം കൊടുത്തിരിക്കുന്നത് അതേ വുഡിൽ തന്നെയാണ്. മാത്രമല്ല ഇതിൻ്റെ കട്ട്ലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല പാനലിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ലിവിങ്ങിലേക്ക് വരാം. ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് 11 അടി നീളം 10 അടി വീതിയാണ്. അപ്പോൾ 10x11 ആണ് ലിവിങ് സ്പേസ് വരുന്നത്. ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. പാനൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മേലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഫാൾ സീലിങ്ങും ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി യൂണിറ്റിലേക്ക് വരാം. ഇവിടെയായിട്ട് നമുക്കൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഓരോ ബോക്സും വന്നിട്ടുണ്ട്. അതിനകത്ത് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ക്യൂരിയോസോ അല്ലെങ്കിൽ പ്ലാൻസോ കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് വരികയാണ്. ഈ ഡൈനിങ്ങിനെയും ലിവിങ്ങിനെയും സെപ്പറേഷൻ ചെയ്യുന്ന ഒരു പാർട്ടീഷൻ വർക്കാണ് ഈ കാണുന്നത്. അത് നമുക്ക് സ്റ്റെയറിനെയും സെപ്പറേഷൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈനുമാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിലെല്ലാം കൊടുക്കാവുന്നതുമാണ്. നേരെ ഡൈനിങ്ങിലേക്ക് വരാം. ഓപ്പൺ കിച്ചനാണ് വന്നുള്ളത്. അതുകൊണ്ട് തന്നെ കിച്ചനും ഡൈനിങ്ങും ഒരേ സ്പേസിലാണ്. അതുകൊണ്ട് നമുക്ക് ഡൈനിങ് ടേബിൾ ഇട്ടാലും കൺജസ്റ്റഡ് ആവില്ല. മാത്രമല്ല ഒരു സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3 പാളി ഫ്രഞ്ച് വിൻഡോസ് ആണ്. അപ്പോൾ നല്ലൊരു ലൈറ്റിങ്ങും നമുക്ക് അകത്തേക്ക് കിട്ടുന്നുണ്ട്. നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചൺ വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഇതാണ് ഈസ്റ്റ് സൈഡ്. L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളർ പാറ്റേണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് മേലെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ജാഗോൻ്റെ 2 ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ടൈലിൻ്റെ പാറ്റേൺ ആണെങ്കിലും ഒരു മാറ്റ് വുഡിൻ്റെ ഡിസൈനിലുള്ള ടൈൽ പാറ്റേണുമാണ്. പുറത്തേക്ക് ഇറങ്ങാവുന്ന എൻട്രൻസ് ആണ്. ഇങ്ങനെ നേരെ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് കിച്ചണിൽ ഈ ഭാഗത്ത് നമുക്ക് ഒരു വലിയൊരു ഫ്രിഡ്ജ് വയ്ക്കാം. ഫ്രിഡ്ജ് വെച്ചാലും ഈ സ്പേസ് നമുക്ക് കൺജസ്റ്റഡ് ആവില്ല. വശങ്ങളിലെല്ലാം ധാരാളം പവർ പോയിന്റും കൊടുത്തിട്ടുണ്ട്. സ്വിച്ചസ് വന്നിരിക്കുന്നത് ലെഗ്രാൻഡിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള സ്വിച്ചസ് തന്നെയാണ്. വയറ് വൈഗാൻ്റെ വയറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ
ബെഡ്റൂമിലേക്കാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. സൗത്ത് വെസ്റ്റ് കോർണറിലും നോർത്ത് വെസ്റ്റ് കോർണറിലുമാണ് ബെഡ്റൂം വന്നുള്ളത്. അതുകൊണ്ട് ബെഡ്റൂമുകൾക്ക് പ്രൈവസി കിട്ടുകയും ചെയ്യും. ഇതാണ് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡുമാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. കബോർഡ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. കയറി വരുമ്പം പെഡസ്റ്റൽ ടൈപ്പിലോട്ട് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്, മിറർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ജാഗ്വറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഡൈവേർട്ടർ വന്നുള്ളത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വന്നിരിക്കുന്നതും ജാഗ്വർ തന്നെയാണ്. കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഹീറ്റിൻ്റെ പോയിൻ്റൊക്കെ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. താഴെ മാറ്റ് ടൈല് വിത്ത് ഗ്ലോസിയാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫൈബർ ഡോറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. പോകുന്ന എൻട്രൻസിൽ തന്നെ നമ്മളൊരു കാര്യം മിസ്സായിട്ടുണ്ട്. അത് വാഷ് കൗണ്ടറാണ്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ളൊരു വാഷ് ബേസിനുമാണ് വന്നുള്ളത്. ജാഗ്വറിൻ്റെ ഫിറ്റിങ്സ് തന്നെയാണ്. മിറർ വന്നിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രാനൈറ്റിൻ്റെ മേലെയാണ് അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു വാഷ് കൗണ്ടർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് പോവാണ്. ഈ ബെഡ്റൂമിലേക്ക് പോകുന്ന എൻട്രൻസിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. അതായത് സ്റ്റെയർ വരുന്നതിൻ്റെ ഭാഗത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസും നമുക്കിവിടെ അവൈലബിൾ ആണ്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. നമ്മളിപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിലാണ്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഏകദേശം ഒരു 14 അടി നീളം വന്നിട്ടുണ്ട്, 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഇത് വരുന്നത് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. അപ്പം നോർത്ത് വെസ്റ്റ് കോർണറായിട്ട് വരും. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള വാൾഡ്രോബ്സുകളാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു കളർ പാറ്റേൺ കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. 1, 2, 3, 4 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. AC പോയിൻ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. പെഡസ്റ്റൽ ടൈപ്പിലൊരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. മിറർ ലൈറ്റ് വരുന്നുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആണ് വന്നുള്ളത്. ഇവിടെ ആയിട്ടാണ് ഷവർ സ്പേസ് കൊടുത്തുള്ളത്. അതായത് ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ജാഗ്വറിൻ്റെ ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്. നല്ല ഹൈറ്റിൽ തന്നെയാണ് റെയിൻ ഷവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ബാത്റൂം കിട്ടിയിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ഒരു വുഡിൻ്റെ ടെക്സ്ചറുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മിറർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്, സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അപ്പം നല്ലൊരു ഡ്രസ്സിംഗ് ടേബിളും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോവുകയാണ്. സ്റ്റെയർ വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ, ടഫൻഡ് ഗ്ലാസ്. മേലെ ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിരിക്കുകയാണ്. സ്റ്റെപ്പിന് ഹൈറ്റ് അധികമില്ല, ഈസി ആയിട്ട് കയറാവുന്ന രീതിയിലാണ് സൈസ് വന്നിട്ടുള്ളത്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. പെർഗോളാസ് വന്നിട്ടുണ്ട്, LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് ഗ്ലാസും വന്നിട്ടുണ്ട്. അപ്പർ ലിവിങ് സ്പേസിൻ്റെ സൈസ് തന്നെ 16 അടിയോളം നീളവും 10 അടിയോളം വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക്, LED ലൈറ്റുകൾ, അതായത് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിരിക്കുന്ന എല്ലാം വാം ലൈറ്റ് തന്നെയാണ്. ഇവിടെ TV യൂണിറ്റിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള TV നമുക്കിവിടെ ഹാങ് ചെയ്യാവുന്നതാണ്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ സോഫ സെറ്റീസ് എല്ലാം ഇടാനുള്ള സ്പേസും ഉണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. 14 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണിത്. ഇത് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡാണ്. മേലെയും ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് കബോർഡ് വന്നിരിക്കുന്നത് 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും ഇവിടെ മിററൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പ്രൈവസി ഉള്ള ബെഡ്റൂം തന്നെയാണ്. കാരണം ബെഡ്റൂം ഒന്ന് ഈ ദിശയിലും പിന്നെ ഒന്ന് ബാക്കിലെ ദിശയിലുമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒന്ന് ഈസ്റ്റിലാണെങ്കിൽ മറ്റേത് വെസ്റ്റിലുമാണ്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. സിംഗിൾ പീസ് ക്ലോസറ്റ്, ഷവർ കോക്ക് ജാഗ്വറിൻ്റെ ആണ്. 2 ടാപ്പ് വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വാഷ് ബേസും വരുന്നുണ്ട്. മിറർ ലൈറ്റ് വരുന്നുണ്ട്. താഴെ മാറ്റ് ടൈല് വിത്ത് ഗ്ലോസിയാണ്. ഫൈബർ ഡോർ തന്നെ, സെയിം ഡോർ തന്നെയാണ് എന്നുള്ളത്. നമുക്കിനി ഇതിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് 4ാമത്തെ ബെഡ്റൂമിലാണ്. നോർത്ത് വെസ്റ്റ് കോർണറാണ്. 13 അടി നീളവും 11 അടി വീതിയുമാണ് വന്നുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് വരുന്നത് വാൾ ലൈറ്റ് തന്നെയാണ്. ഇപ്പോൾ ഇവിടെയായിട്ട് 4 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്. മാത്രമല്ല ഇവിടെ ഡ്രസ്സിംഗ് ടേബിളും വരുന്നുണ്ട്. ഇനി നമ്മളിതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് പോകുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ ഇട്ടിട്ടുണ്ട്. ഫുള്ള് കവർ ചെയ്തിരിക്കുകയാണ്. അപ്പം ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗമാണ്. ലാഡർ കൊടുത്തിട്ടുണ്ട്. നേരെ ഒന്ന് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തുള്ളത്. ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. ആ സ്പേസ് മൊത്തം കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസ് നമുക്ക് യൂസ്ഫുൾ ആണ്. ഇവിടെയായിട്ട് വാട്ടർ ലൈൻ വരുന്നുണ്ട്. വേസ്റ്റ് ലൈൻ നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പവർ പോയിന്റ് വരുന്നുണ്ട്.
ഇപ്പോൾ ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാം, അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. ഒന്ന് ഫുള്ള് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പക്ഷികളൊന്നും കിടക്കാത്ത രീതിയിൽ ഇതിനെ നല്ലൊരു യൂട്ടിലിറ്റി ആയിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമ്മളിതിൻ്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ബാൽക്കണി 2 സെക്ഷനായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് കവേർഡ് ബാൽക്കണി, പിന്നെ ഒന്ന് ഓപ്പൺ ബാൽക്കണി. കവേർഡ് ബാൽക്കണിയിൽ ഒട്ടിച്ചിരിക്കുന്ന ടൈല് വെറ്റിഫൈഡ് ടൈല് തന്നെയാണ് കൊടുത്തുള്ളത്. 3 ചെറുതാണ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ, ടഫിൻ്റെ ഗ്ലാസും വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓപ്പൺ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. അതിവിശാലമായുള്ളൊരു ഓപ്പൺ ബാൽക്കണിയാണ്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായി വരുന്ന ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നല്ലൊരു ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ട്. ടഫിൻ്റെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ തന്നെയാണ് എന്നുള്ളത്. മനോഹരമായുള്ള വില്ലയുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കാം. കളമശ്ശേരിക്കും മാലിയേക്കും വളരെ അടുത്തായിട്ടുള്ളൊരു വില്ല പ്രോജക്റ്റിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 58ഓളം വില്ലകൾ വരുന്നൊരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റും കൂടിയാണ്. അതും ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ട് ആലുവ റെയിൽവേ സ്റ്റേഷൻ, മുട്ടം മെട്രോ യാർഡ്, അതുകൂടാതെ തന്നെ കളമശ്ശേരി HMT ജംഗ്ഷൻ എന്നീ വേണ്ട സ്ഥലങ്ങളിലേക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിൽ ഗേറ്റഡ് വില്ല പ്രോജക്റ്റിനകത്ത് 4 സെൻറ്റ് 100 ലെങ്സ് ലാൻഡ് ഏരിയയിൽ 1800 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 85 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റ് തന്നെയാണ്, വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലോൺ വർക്കിനും രജിസ്ട്രേഷൻ പർപ്പസിന് ആവശ്യമായിട്ടുള്ള വർക്കുകൾക്കും എന്താവശ്യത്തിനും നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.